ഹായ് ഹലോ എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിവിഷൻ ടെക്നിക്സിനെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും ഇന്ന് പറയാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പ്രിലിംസിന് ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിനകത്ത് മീൻസ് ആ ഒരു കട്ട് ഓഫിനകത്ത് കടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും അല്ലെങ്കിൽ കട്ട് ഓഫ് കടക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നവരോട് ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം തൊട്ട്, അതായത് ഇന്ന് തൊട്ട് നിങ്ങൾ ഈ ഒരു ടെക്നിക്സ് റിവൈസ് ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കട്ട് ഓഫ് കടക്കാനുള്ള മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ റിവിഷന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. റിവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പണ്ടത്തെ സയന്റിഫിക് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ഈറ്റ് സ്ലീപ്പ് റിവൈസ് റിപ്പീറ്റ് എന്നാണ് അല്ലേ. എന്താണ് ഈറ്റ് സ്ലീപ്പ് റിവൈസ് റിപ്പീറ്റ്? ആദ്യം നമ്മുടെ ആരോഗ്യം നന്നായിരിക്കണം അല്ലേ, അതിനാണ് ഈറ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് ആഹാരം കഴിക്കുക, വലിച്ചു വാരി കഴിക്കണമെന്നല്ല, നന്നായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. അല്ല ഉറക്കം അളച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഉറക്കം അളച്ച് പഠിക്കുന്ന ഒന്നും നമ്മുടെ തലയിൽ ഒരുപാട് നാൾ നിൽക്കത്തില്ല. അപ്പം നന്നായിട്ട് ഉറങ്ങുക. അതിന് ശേഷം എന്താണ്, റിവൈസ് ചെയ്യുക അല്ലേ. റിവൈസ് ചെയ്ത് വരിക, പഠിച്ച കാര്യങ്ങൾ ശേഷം റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിവിഷൻ്റെ അതേ പ്രാധാന്യം തന്നെയാണ്. റിപ്പീറ്റ് അടിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു കാര്യം തന്നെ അല്ലേ, ഇപ്പോൾ ഒരു കഥ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ കഥ നമ്മൾ നല്ല വൃത്തിയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് മനസ്സിൽ പതിയുകയും ചെയ്യും. ഇനി ഈ സെയിം കഥ തന്നെ രണ്ടാമതൊരു വട്ടം കൂടെ കേൾക്കുമ്പോഴോ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കുറവായിരിക്കും അല്ലേ. മൂന്നാമതൊന്നുകൂടെ പറയുകയാണെങ്കിൽ തീരെ ഇൻട്രസ്റ്റ് കാണത്തില്ല, കേൾക്കാൻ താല്പര്യവും ഇല്ല, എനിക്കങ്ങ് വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അത് തന്നെയാണ് നമ്മുടെ റിവിഷൻ്റെയും പ്രശ്നം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം റിവിഷനാണ്. പക്ഷേ ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ അതേ പ്രശ്നം തന്നെയാണ് ഇവിടെയും വരുന്നത്. ആദ്യം ഞാനൊന്ന് പഠിച്ചു, നമ്മുടെ വിചാരം എന്താണ്, പഠിച്ചത് നമ്മുടെ മനസ്സിലുണ്ട്, നമ്മളത് മറന്നു പോകത്തില്ല. ഇനി അതിന് വേണ്ടിയിട്ട് സമയം കളയാതെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ പോരെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ളത്. ആ സമയം എന്തിനാ വെറുതെ കളയുന്നതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ആദ്യം പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 60% നമുക്ക് മനസ്സിലായി. എന്നാൽ അതൊരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു 20% പോലും നമ്മുടെ ബ്രെയിനിനകത്ത് അത് സ്റ്റോർ ആയിട്ടില്ല എന്നുള്ളതാണ് സയന്റിഫിക്കലി ഇതുവരെ സ്റ്റഡി ചെയ്തിട്ടുള്ള എല്ലാ മനുഷ്യരും. അതായത് വലിയ വലിയ ആൾക്കാരൊക്കെ സ്റ്റഡി ചെയ്ത പല ആർട്ടിക്കിൾസും നമ്മൾ വായിക്കാറുണ്ട് അല്ലേ. അല്ലാതെ എല്ലാ സ്റ്റഡികളും പറയുന്നത് എങ്ങനെയാണ്, 20% പോലും നമ്മുടെ ഒരു ബ്രെയിനിനകത്ത് 24 മണിക്കൂർ കഴിയുമ്പോൾ ഇല്ല. ഇനി 7 ദിവസം കഴിയുമ്പോഴാണെങ്കിലോ 20% പോയിട്ട് ഒരു 10% പോലും നമുക്കത് കാണില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ റിവിഷൻ ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം പറയുന്നത്. ഇപ്പോൾ UPSC പോലുള്ള എക്സാംസിനാണെങ്കിലും ഈ വിജയികളൊക്കെ പറയുന്നത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടില്ലേ, ഒരുപാട് പേര് എടുത്ത് വെച്ച് കേൾക്കാറുണ്ടല്ലോ. മോട്ടിവേഷണൽ സ്റ്റോറിയാണ്, കേട്ടിട്ടില്ലാത്തവരൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അവരും എപ്പോഴും പറയുന്നത് എന്താണ്, റിവിഷൻ, റിപ്പീറ്റ്, റിവൈസ്, അതായിരിക്കണം നമ്മുടെ മന്ത്ര എന്നാണ്. അപ്പം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എഴുതാൻ പോകുന്ന കുട്ടികളെ, LDCക്കാരും ഇനി അധികം സമയമില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 2 റിവിഷൻ മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. അതിൽ ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് റിവിഷൻ മെത്തേഡാണ്. എല്ലാവരും ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ തന്ന ഒരു റിവിഷൻ മെത്തേഡാണ് എന്ത്, 5 ദിവസം ഉണ്ടെങ്കിൽ ഇനിയുള്ള 25 ദിവസം അല്ലെങ്കിൽ 24 ദിവസത്തിനകത്ത് ഓരോ 5 ദിവസവും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ശേഷം 2 ദിവസം എന്ത് ചെയ്യുക, ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 5 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും 2 ദിവസം, ഇപ്പോൾ ശനിയും ഞായറുമാണ് എടുക്കുന്നതെങ്കിൽ ശനിയും ഞായറും 5 ദിവസം പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച ആകുമ്പോഴത്തേക്കും ഏകദേശം 90% നിങ്ങൾ റിവിഷൻ ചെയ്യുകയും 10% കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ എന്ന് ആ ഒരു ലെവലിലേക്ക് വരും. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് പുതിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ഇത് ഫ്രീക്വന്റ് റിവിഷൻ മെത്തേഡാണ്. ഇത് ഈ ഒരു 25 ദിവസം നിങ്ങൾക്ക് മുമ്പിലുണ്ടല്ലോ, ആ 25 ദിവസമേ ഉള്ളൂ എന്നുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കവർ ചെയ്തവർക്കറിയാം, അല്ലെങ്കിൽ സിലബസ് നോക്കുന്നവർക്കറിയാം, നമ്മുടെ സിലബസിനകത്ത് ഒരുപാട് സ്റ്റാറ്റിക് ടോപ്പിക്സ് ഉണ്ട്. എന്താ ഈ സ്റ്റാറ്റിക് ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണെന്ന് വെച്ചോ, ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് യാതൊരുവിധ മാറ്റങ്ങളും ഇനിയുള്ള കാലത്തൊന്നും വരാൻ പോകുന്നില്ല. അന്ന് പഠിച്ചത്, അതായത് ഒരു 5 കൊല്ലം മുമ്പ് പഠിച്ച ആളും ഇപ്പോൾ പഠിക്കുന്ന ആളും എന്താണ്, ഇന്ത്യൻ ഹിസ്റ്ററി അത് തന്നെയാണ്. അതുകൊണ്ട് സ്റ്റാറ്റിക് ആണ്, അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റഡ് ടൈം ഉള്ള ആൾക്കാർ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലിമിറ്റഡ് ടൈമാണ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഫോളോ ചെയ്യാനായിട്ട് പറയുന്ന ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു റിവിഷൻ സ്ട്രാറ്റജിയാണ് ഈ ഫ്രീക്വന്റ് റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആദ്യം നിങ്ങൾ അതായത് ഇന്ന് രാത്രി നമ്മൾ ഒരു 5 ടോപ്പിക് എടുത്തു. ഇപ്പോൾ സിവിക്സ് ഫോർ എക്സാമ്പിൾ, സിവിക്സിനകത്തുനിന്ന് ഒരു 3 ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാനെടുത്തു. കൂട്ടത്തിൽ തന്നെ നമ്മൾ എക്കണോമിക്സിനകത്തുനിന്ന് എടുത്തു. കൂട്ടത്തിൽ തന്നെ കണക്കിൻ്റെ 2 പോർഷൻസ് എടുത്തു. അതെല്ലാം കൂടെ നിങ്ങൾ ഇന്ന് രാത്രി ഇരുന്ന് പഠിക്കുകയാണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ആണ്, ഇന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങളൊരു ഡയറി വല്ലതും എടുത്തിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇന്നേക്ക് 3-ാം ദിവസം എന്താണ്? ഇന്ന് പഠിച്ച കാര്യങ്ങൾ, ഫസ്റ്റ് ഡേ പഠിച്ചു. ഇന്നേക്ക് 3-ാം ദിവസം എന്ത് ചെയ്യണം? ഇന്ന് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ്? ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇരുന്ന് പഠിക്കണമെന്നല്ല പറയുന്നത്. ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താ ചെയ്യേണ്ടത്? ഈ സെയിം സംഭവം തന്നെ, അതായത് 3-ാം ദിവസം റിവിഷൻ ചെയ്ത അതേ സംഭവം തന്നെ അടുത്ത 3 ദിവസം കഴിയുമ്പോൾ, അതായത് 6-ാമത്തെ ദിവസം പിന്നീട് ഒന്നുകൂടെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഇന്ന് വായിക്കുന്ന കാര്യം 3 ദിവസം കഴിയുമ്പോൾ വായിക്കുക. അതിനുശേഷം മടക്കി വെച്ചതിന് ശേഷം 6 ദിവസം ആകുമ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ദെൻ 9-ാമത്തെ ദിവസം, 6 കഴിഞ്ഞു 3 ദിവസം കൂടെ കഴിഞ്ഞ് 9-ാമത്തെ ദിവസം ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ദെൻ 12-ാമത്തെ ദിവസമായിരിക്കണം അടുത്തത്, അല്ലേ? 9, 10, 11, 12 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അതേ സെയിം ടോപ്പിക്ക് തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏകദേശം 21-ാമത്തെ ദിവസം, അതായത് 1-ാമത്തെ ദിവസം കഴിഞ്ഞ് 21st ഡേ 21-ാമത്തെ ദിവസം നിങ്ങൾ ഈ സെയിം ടോപ്പിക്ക് തന്നെ, ഇപ്പം നമ്മൾ പറഞ്ഞു കണക്ക്, സിവിക്സ്, എക്കണോമിക്സിൻ്റെ ആ സെയിം ടോപ്പിക്ക് തന്നെ 21-ാമത്തെ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മാറ്റം പറഞ്ഞാൽ മനസ്സിലാകില്ല, അനുഭവിച്ചറിയുക തന്നെ വേണം. അതായത് ഫസ്റ്റ് ഡേ നമ്മൾ വായിച്ചപ്പം പുതിയതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് പാടായിരുന്നു. 3rd ഡേ ചില കാര്യങ്ങൾ മറന്നുപോയി, എങ്കിലും കുഴപ്പമില്ല, എന്തൊക്കെയോ മനസ്സിലായി. 6th ഡേ ആയപ്പോഴത്തേക്കും നമുക്കത് ഏകദേശം ഉറച്ചു. 9-ാമത്തെ ദിവസം ആയപ്പോഴേക്കും ക്ലിയർ ആയി. 12 ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അടിത്തറയായി. 21 ആയപ്പോഴേക്കും ഷുവർ ആയിട്ടും നിങ്ങളിത് പഠിച്ചിരിക്കും. ഇതാണ് ഫ്രീക്വൻറ്റ് റിവിഷൻ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാനിപ്പം ഈ ഒരു ലിമിറ്റഡ് ടൈമിനകത്ത് നിങ്ങൾക്ക് പറയുന്നത്. കാരണം നമ്മുടെ സിലബസിനകത്ത് ഒരുപാട് സ്റ്റാറ്റിക് ടോപ്പിക്സ് ഒത്തിരി കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമയവും ലിമിറ്റഡ് ആയതുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ മെത്തേഡായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതായിരിക്കും. ഇനി ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഈ റിവിഷൻ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക, ഈ ഒരു മെത്തേഡ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിവിഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമായതുകൊണ്ട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുന്ന സമയത്ത് സയൻറ്റിഫിക്കലി എന്താ പറയുന്നത്, 25 മിനിറ്റ് പഠിക്കുക പ്ലസ് 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. എന്താണ്? 25 മിനിറ്റ്സ് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുക. അതിനുശേഷം ഒറ്റയടിക്ക് 1 മണിക്കൂർ ഇരിക്കാതെ 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെയും വന്നിരുന്നിട്ട് 25 മിനിറ്റ് പിന്നെയും പഠിക്കുക. അതിനുശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ശേഷം ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ആ ടെക്നിക്ക് ഇവിടെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുപോലെ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവസാനിപ്പിക്കാൻ ഒക്കില്ല. നമുക്ക് LDC ലെവൽ മെയിൻസും കിടപ്പുണ്ടല്ലോ, സെയിം സംഭവം തന്നെയാണ്. അപ്പം ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LDC മെയിൻസിന് ഒരുപാട് പാടൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും, റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ടും പറ്റും. സോ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ പറയാനുള്ളൂ, നിർത്താണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.